നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ പിശാച് മുൻപോട്ട് വെച്ച 5 ആപ്ലിക്കേഷനുകളുണ്ട്, 5 അപേക്ഷകളുണ്ട്. അതിലൊരു അപേക്ഷയാണ് നമ്മളിവിടെ വായിച്ചത്. യേശുവിൻ്റെ മുകളിൽ എഴുതിയ മേലെഴുത്ത് മായ്ക്കണം. അതിനെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നവർ പറഞ്ഞു, ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നല്ല എഴുതേണ്ടത്, അവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു എന്ന് എഴുതണം എന്നാവശ്യപ്പെട്ടപ്പോൾ പീലാത്തോസിൻ്റെ മറുപടി എഴുതിയത് എഴുതി. ഏറിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം മറ്റിതര 4 സുവിശേഷങ്ങളിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 ശക്തരായ സുവിശേഷകന്മാർ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവരാരും എഴുതാതെ പരിശുദ്ധാത്മാവ് തടഞ്ഞതോ അവരെ മറച്ചതോ യോഹന്നാനെ കൊണ്ട് മാത്രം എഴുതിപ്പിച്ചതോ ആയ അതിപ്രധാനപ്പെട്ട 12 സംഭവങ്ങൾ അത്ഭുതം എന്നെഴുതാതെ യോഹന്നാൻ അടയാളങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയ അടയാളങ്ങൾ, ഒന്നാമത്തേത് കാനാവിലെ കല്യാണ വീട്ടിൽ തീർന്നു പോയ വീഞ്ഞ് കിണറ്റിലെ വെള്ളം കോരി വീഞ്ഞാക്കി കൊടുത്തുകൊണ്ട് നടത്തിയ അടയാളമാണ്. അതിനെ യോഹന്നാൻ ഇങ്ങനെ എഴുതി, അടയാളങ്ങളുടെ ആരംഭമായി യേശു കാനാവിൽ അത് ചെയ്തു. ഒരിക്കൽ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് എന്ന മനുഷ്യനോട് ഇയ്യോബിന്റെ പുസ്തകം 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ചോദിക്കുന്ന 77 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിലെ ഒരു ചോദ്യം, ഇയ്യോബേ, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? ഈ ചോദിച്ച യേശു ഒരു രുചിയും നിറവും മണവും ഒന്നുമില്ലാത്ത പച്ചവെള്ളത്തെ ഒരു വാക്കുകൊണ്ട് വീഞ്ഞാക്കി തീർത്ത് രുചിയുള്ളവനാക്കി തീർത്ത യേശുവാ ചോദിച്ചത്, നിനക്ക് മുട്ടയുടെ വെള്ളയ്ക്ക് രുചി വരുത്താമോ? വേദപുസ്തകം മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഒരു പുസ്തകമാണ്. ആദ്യത്തെ ഒരു ചോദ്യം പിശാച് മനുഷ്യനോട് ചോദിക്കുകയാണ്, വാസ്തവമായി ഈ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ദൈവത്തിന്റെ ചോദ്യമാണ്, മനുഷ്യ നീ എവിടെ? മൂന്നാമത്തെ ചോദ്യം കയീനോട് ദൈവം ചോദിക്കുകയാണ്, കയീനേ, നിന്റെ സഹോദരൻ എവിടെ? ഇങ്ങനെ ദൈവം മനുഷ്യനോട്, പിശാച് ദൈവത്തോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, സ്നേഹിതന്മാർ ഇയ്യോബിനോട്, ഇയ്യോബ് സ്നേഹിതന്മാരോടൊക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുടെ പുസ്തകത്തിൽ കാനാവിലെ വീഞ്ഞ് രുചിച്ചു നോക്കിയാറെ വിരുന്നുവാഴി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുവരെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു?
ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുമ്പോഴാണ് അവർക്ക് ആശ്ചര്യമുണ്ടാകുന്നത്. ആ മനുഷ്യൻ ചോദിച്ചു, ഇത് ഇതുവരെ എവിടെ വെച്ചിരിക്കുക? നമ്മുടെയൊക്കെ കണക്കൂട്ടലൊക്കെ തെറ്റാനൊന്നും അധിക സമയം വേണ്ട. വളരെ അപ്രതീക്ഷിതമായ നിമിഷത്തിലാണ് നമ്മുടെയൊക്കെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്നത്. ഈ കാനാവിൽ കല്യാണം നടത്തിയ മനുഷ്യൻ അത്ര പാവപ്പെട്ടവനൊന്നുമല്ല. കാരണം വലിയ പണക്കാരന്റെ വീട്ടിൽ യേശുവിനെ ഒരു വിരുന്നിന് വിളിച്ചായിരുന്നു, ഒരു സന്ധ്യയ്ക്ക്, ഒരത്താഴത്തിൽ. യേശു അവിടെ ചെന്നപ്പോൾ കാല് കഴുകാൻ പോലും വെള്ളം അവന്റെ വീട്ടിൽ മുറ്റത്തില്ല. പക്ഷെ ഇവന്റെ വീട്ടിൽ 6 കൽപ്പരണി കാല് കഴുകാൻ തന്നെയുണ്ട്. അപ്പോ യേശുവിനെ ക്ഷണിച്ച ധനാഢ്യനായ ശീമോനെക്കാട്ടിൽ നിലവാരമുള്ളവനാ ഈ കാനാവി കല്യാണം നടത്തിയ ഒരല്ലടിയെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും അവന്റെ വീട്ടിലെ വീഞ്ഞ് തീർന്നു. ഈ രാത്രി ഞാൻ മെസ്സേജിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു കാര്യം ഒന്ന് കുറിച്ചിട്ടോണം. ഏത് മിടുക്കന്റെയും കണക്കൂട്ടലെല്ലാം തെറ്റും. സന്തോഷമുണ്ട്, ഒരു സ്തോത്രം പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതന്റെ കുഞ്ഞാ മിനിഞ്ഞാന്ന് ഉപ്പാപ്പന്റെ കല്യാണം ഒരു അമേരിക്കൻ വനിതയുമായിട്ട് മണക്കാലായി നടന്ന് സന്തോഷമായിട്ട് ദുബൈയിൽ ചെന്ന് ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് കാറിൽ താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ കാറിൻ്റെ ടയർ പൊട്ടി അതീവ സുന്ദരിയായ, ആര് കണ്ടാലും എടുത്ത ഒരു ചക്കരയുമ്മ കൊടുക്കാൻ ഉള്ള തേജസ്സുള്ള മുഖമുള്ള കുഞ്ഞ് ഇന്നലെ അവിടെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ അവിടെ അടക്കവുമായിരുന്നു. 5 വയസ്സ് തികയുന്ന ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, ആ കുഞ്ഞിൻ്റെ അടക്കവും ഇന്നലെയാണ്. നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റാൻ 1 സെക്കൻഡ് മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏത് കണക്കൂട്ടൽ തെറ്റിയാലും ഒരു കാര്യം ഒന്ന് കുറിച്ചോണം. അതിനെ പറയുന്നത്, അതിൻ്റെ പുറകിൽ ദൈവത്തിനെന്തോ ഒന്ന് നിന്നോട് പറയാനുണ്ട്. 10 പിള്ളാരും ചത്ത്, 3000 ഒട്ടകവും ചത്ത്, 7000 ആടും ചത്ത്, 500 കാളയും ചത്ത്, 500 പെൺകഴുതയും പോയ മനുഷ്യൻ 42 അധ്യായത്തിൽ ഒരിടത്തും പിശാചാണ് അത് ചെയ്തതെന്ന് പറഞ്ഞില്ല. നമ്മൾ വല്ലതായിരുന്നെങ്കിൽ പിശാചിനെ ആട്ടിത്തുപ്പി ഒരു പരുവത്തിലാക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ എല്ലാം ഇയ്യോബ് പറയുന്നൊരു പദമുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതുകൊണ്ട് 42 അധ്യായത്തിന്റെ 12 വാക്യമുണ്ട്, യഹോവയായ ദൈവം 14,000 ആടുകളെയും 6,000 ഒട്ടകത്തെയും 1000 കാളയെയും 1000 പെൺകഴുതയെയും ഉണ്ടാക്കിയെന്ന് എഴുതിയേക്കുന്ന, ഉണ്ടാക്കിയെന്ന ആ വാക്യം ദൈവദാസി ഒന്ന് വായിച്ചേരെ. യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1000 കാളയും 1000 പെൺകഴുതയും ഉണ്ടായി. എല്ലാരും ആ വാക്യം ശ്രദ്ധിക്കണം. ഇത്രയും സാധനങ്ങൾ ഇയ്യോബിന് ഉണ്ടായി. അടുത്ത വാക്യം കൂടെ, അവന് 7 പുത്രന്മാരും 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. നിന്റെ എല്ലാ നന്മയും ഇല്ലായ്മ ചെയ്യാൻ പിശാചിന് അറിയാം, പക്ഷെ പോയതിനെല്ലാം ഉണ്ടാക്കാൻ ദൈവത്തിനറിയാം. ഈ പ്രഥമ രാത്രി വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാവുള്ളൂ. എന്തെല്ലാം നിന്നിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് ഛേദിക്കപ്പെട്ട് അന്യപ്പെട്ടു പോയിട്ടുണ്ടോ അതിനെയെല്ലാം ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവം ഈ രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ അട്ടച്ചാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കാതെ ഒരു നിമിഷം ഈ മഹാദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ
ഹല്ലേലൂയ. പിശാചിന്റെ അതീവ ഗൗരവമുള്ള 5 ചോദ്യങ്ങൾ, 5 ആപ്ലിക്കേഷനുകളാ, 5 അപേക്ഷകളാ. ഒന്നാമത്തെ അപേക്ഷ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 22-ാമത്തെ വാക്യം ഓടിച്ച് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം വേഗത്തിൽ. 27-ന്റെ 22 മത്തായി സുവിശേഷം. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന്, രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ചോദ്യം പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അടുത്ത ചോദ്യം, അവൻ ചെയ്ത ദോഷം എന്താ? പീലാത്തോസിന്റെ രണ്ടാമത്തെ ചോദ്യം, ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ ചെയ്ത ദോഷമെന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. ഒന്നാമത്തെ ലോകരക്ഷകനായി യേശുവിനോടുള്ള പിശാചിന്റെ ശക്തമായ ആവശ്യം. അവിടെ കൂടപ്പെട്ട പുരുഷാരം 1000-ങ്ങളോ 10,000-ങ്ങളോ തിങ്ങിക്കൂടിയ വലിയ പുരുഷാരത്തിന്റെ അകത്തും മുഴുവൻ ഇവൻ കേറിയിട്ട് ഒരേ കാര്യം ചോദിക്കുകയാണ്. അവിടെ വലിയ കുറ്റവാളികളായ 3 പേരെ നിർത്തിയിരിക്കുന്നു. 3 അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത 3 പ്രതികളാണ്. അവരുടെ നേതാവിന്റെ പേര് ബറബാസ് എന്നാണ്. ബറബാസിന്റെ കൂടെ 2ഉം 3ഉം പ്രതികളായ വേറെ 2 പേര് തൊട്ടിപ്പുറത്ത് ഒരു കുറ്റവും ചെയ്യാതെ പ്രതിയാക്കി നിർത്തിയിരിക്കുന്ന യേശു ഈ 3 പേരെയും ക്രൂശിക്കപ്പെട്ട് കൊല്ലാൻ വിധിക്കപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പേ പെസഹ തോറും ഒരാളെ വിട്ടയക്കുന്ന പതിവുള്ളത് കൊണ്ട് പീലാത്തോസ് ജനത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുറ്റവാളിയായിരിക്കുന്ന കൊടും കുറ്റവാളിയായിരിക്കുന്ന ബറബാസിനെ വേണമോ, അതോ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത യേശുവിനെ വേണമോ? ജനം മുഴുവനും കൂടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം. ജനത്തിന്റെ മുമ്പിൽ ഒരു കുറ്റവുമില്ലാത്തവനെന്ന് പീലാത്തോസ് എടുത്തു പറഞ്ഞിട്ടും, അതാ നമ്മൾ രണ്ടാമത് വായിച്ചത്, അവൻ എന്തു ദോഷമാണ് ചെയ്തത്? വിശന്നിരുന്ന നിങ്ങൾക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണോ അവൻ ചെയ്ത തെറ്റ്? 7 അപ്പം കൊണ്ട് 4000 പേരുടെ വിശപ്പടക്കിയതാണോ ക്രൂശിക്കപ്പെടുവാൻ അവൻ ചെയ്ത തെറ്റ്? ഈ ബെഥസ്ദാക്കുളത്തിന്റെ കരയിൽ കിടന്ന 38 വർഷത്തെ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കി അയച്ചതാണോ അവനെ ക്രൂശിക്കാനുള്ള തെറ്റ്? 18 വർഷ കൂനയായ നിന്ന സ്ത്രീയെ നിവരെ നിർത്തിയതാണോ അവനെ ക്രൂശിക്കാനുള്ള തെറ്റ്? 12 വർഷമായ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന രക്തസ്രാവം വന്ന അശുദ്ധയായ സ്ത്രീയെ സൗഖ്യമാക്കിയതാണോ അവനെ ക്രൂശിക്കാനുള്ള തെറ്റ്? വീട് വിട്ട് വർഷങ്ങളായി ശവക്കുഴിയിൽ കിടന്ന ശവക്കല്ലറകൾ അലറി നിലവിളിച്ച 6000 ഭൂതങ്ങൾ ബാധിച്ച ആ ചെറുപ്പക്കാരനെ വിടുവിച്ചതാണോ ഇവൻ ചെയ്ത തെറ്റ്? ഇളകി മറിയുന്ന പടകിൽ, ആടി ഉലയുന്ന പടകിൽ, അലറിയടുക്കുന്ന തിരമാലയിൽ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ അകപ്പെട്ട ശിഷ്യന്മാരെ ഒറ്റ വാക്കിൽ ശാന്തമാക്കിയതാണോ ഇവനെ ക്രൂശിക്കാനുള്ള തെറ്റ്? ഇവൻ എന്തു ദോഷമാണ് ചെയ്തത്? അവരുടെ ഉത്തരം ക്രൂശിക്കുക. അവർക്ക് മറ്റൊന്നും പറയാനില്ല.
ജനത്തിന്റെ അകത്ത് കയറിയ ആ പൈശാചിക ചിന്ത പറഞ്ഞ് അവനെ ക്രൂശിക്കുക. ജനത്തിന്റെ ആരാവാരം അധികമാകുന്നതല്ലാതെ പീലാത്തോസിന് ജനത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലാത്തൊരു സാഹചര്യം കണ്ടപ്പോൾ ബറബ്ബാസിനെ വിട്ടു. ബറബ്ബാസിന്റെ കൂടെയുള്ള 2 പ്രതികളെയും നിരപരാധിയായ, ദോഷമൊന്നും ചെയ്തിട്ടില്ലാത്ത സകല കോടതികളിൽ ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് ആവർത്തിച്ച് വിധിച്ചിട്ടും അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. രാത്രി കോടതി കൂടുന്നത് ഇന്നും അന്നും നിയമപ്രകാരം തെറ്റാണ്. അതേപോലെ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമുണ്ടെങ്കിൽ മാത്രമേ രാത്രിയിൽ അടിയന്തര കോടതി കൂടത്തുള്ളൂ. എന്നാൽ യേശുവെന്ന ലോകരക്ഷകനെ ക്രൂശിക്കാൻ പകലല്ല കോടതി കൂടിയത്, രാത്രിയിൽ. കന്യാവിന്റെ കോടതി മതകോടതി, കയ്യപ്പാവിന്റെ കോടതി മതകോടതി, ന്യായാധിപ സംഘത്തിന്റെ കോടതി മതകോടതി, രാജ്യം ഭരിക്കുന്ന പീലാത്തോസിന്റെ കോടതി വിസ്തരിച്ചു വരുമ്പോൾ ഗലീലക്കാരനാണെന്ന് അറിഞ്ഞിട്ട് ഗലീല നാട് വാഴുന്ന ഹേരോദാവിന്റെ കോടതി, ഹേരോദാവ് നിരപരാധി എന്ന് കണ്ടിട്ട് തിരിച്ചയച്ചപ്പോൾ വീണ്ടും പീലാത്തോസിന്റെ കോടതി. ഒറ്റ രാത്രി നേരം പുലരും മുമ്പേ 6 കോടതികളിൽ മാറി മാറി മതവും രാഷ്ട്രീയവും രാജത്വവും എല്ലാം ഒന്നിച്ചു വിസ്തരിച്ചിട്ടും വിധികർത്താവ് ചോദിക്കാണ്, ഒരു ദോഷവും ചെയ്യാതിരിക്കെ ക്രിസ്തുവെന്ന യേശുവിനെ എന്തു ചെയ്യണം? പൈശാചിക ശക്തികൾ ഒന്നിച്ചാർത്തു വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. ജനത്തിന്റെ ഇഷ്ടത്തിന് പീലാത്തോസ് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിക്കുന്നത് വരെ പിശാചിന്റെ ആഗ്രഹമായിരുന്നു ക്രൂശിക്കുക എന്ന്. എന്നാൽ 27-ാം അധ്യായത്തിന് 40-ാമത്തെ വാക്യം, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഇപ്പോൾ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പിശാചിന് ഒരു കാര്യം മനസ്സിലായത്. പ്രത്യക്ഷത്തിൽ ആണി അടിച്ചേക്കുന്നത് യേശുവിന്റെ കയ്യിലാണെങ്കിലും, പ്രത്യക്ഷത്തിൽ മുൾക്കിരീടം തറച്ചത് യേശുവിന്റെ തലയിലാണെങ്കിലും, കൊണ്ടത് ഇവന്റെ മണ്ടയ്ക്കാണെന്ന് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രി ഇരിക്കണം. ഹല്ലേലൂയ. ഈ ആണി അടിച്ചേക്കുന്നതും മുൾക്കിരീടം വെച്ചേക്കുന്നതുമെല്ലാം പ്രത്യക്ഷത്തിൽ യേശുവിന്റെ തലയിലാണെങ്കിലും മാനവജാതിയെ പാപമെന്ന മരണകരമായ രോഗത്തിലേക്ക് വലിച്ചിഴച്ച പിശാചിന്റെ തലമേലാണ് ഇത് തറച്ചേക്കുന്നതെന്ന് ബോധ്യപ്പെട്ട അവൻ പറഞ്ഞു, ക്രൂശേന്നിറങ്ങി വാ. അതിനവൻ ഉന്നയിച്ച ഒരു പദമുണ്ട്. അതവൻ വേദപുസ്തകത്തിൽ പല ആവർത്തി ചോദിച്ചൊരു ചോദ്യമാണ്. ദൈവപുത്രനെങ്കിൽ, ആ വാക്യം സിസ്റ്റർ ഒന്ന് വായിക്കണം. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവപുത്രനെങ്കിൽ. ഇവന്റെ പ്രശ്നം എന്റെ കൂടെ പറഞ്ഞേ, ഇവന്റെ പ്രശ്നം ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. യേശുവാണ് ദൈവപുത്രനെന്ന് ഇവൻ ഒരിക്കലും മനസ്സിലായില്ല. ആയിരുന്നെങ്കിൽ ഇവൻ നേരത്തെ തന്നെ കൊല്ലാനുള്ള പ്രോഗ്രാം ചെയ്തേനെ. പക്ഷെ യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ സ്വർഗം തുറന്നിട്ട് ലോകം കേൾക്കാൻ കൊതിച്ചതും പിശാച് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ സ്വർഗത്തിന്റെ പരസ്യ പ്രഖ്യാപനമുണ്ടായി. ഇവൻ എന്റെ
പ്രിയപുത്രൻ. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും തട്ടിക്കൂട്ടി ദൈവമാക്കിയ ഒരാളിനെ കുറിച്ചല്ല കേട്ടോ. സ്വർഗത്തിന്റെ പ്രിയപുത്രനായ യേശു എന്ന ലോകരക്ഷകനാ. അവൻ ഈ രാത്രി പന്തൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ. സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇത് കേട്ട പിശാച് ഞെട്ടി. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനെ കൊണ്ടും അവയെ കൊണ്ടും പാപം ചെയ്യിപ്പിച്ച് തേജസ് നഷ്ടപ്പെട്ട് ഏദൻ നഷ്ടപ്പെട്ട് പുറത്താക്കപ്പെട്ട മനുഷ്യവർഗത്തെ നോക്കി ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. തല തകർക്കുന്ന ഒരുത്തൻ ഉലകത്തിൽ ജനിക്കുമെന്ന് അറിഞ്ഞെങ്കിലും അവൻ എവിടെ ജനിക്കുമെന്നോ അവൻ എങ്ങനെ ജനിക്കുമെന്നോ അറിയത്തില്ലാത്തത് കൊണ്ട് ആ സാധ്യതയുള്ളവരെ എല്ലാം അവൻ ഇല്ലാതാക്കാൻ നോക്കി. 4ാം തലമുറക്കാരനായി ജനിച്ച മോശെ ആയിരിക്കും ജനനത്തിങ്കൽ ദിവ്യസുന്ദരനെന്ന് കണ്ടിട്ട് അവനാകാ സ്ത്രീയുടെ സന്തതി എന്ന് തെറ്റിദ്ധരിച്ച പിശാച് രാജ്യം ഭരിക്കുന്ന ഫറവോന്റെ അകത്ത് കയറിയിട്ട് 2 വയസ്സിൽ താഴെയുള്ള മുഴുവൻ തലമുറകളെയും കൊന്നുകളയുവാൻ അക്കാലത്ത് പരസ്യമായ പ്രഖ്യാപനം നടത്തിയെങ്കിലും നടത്തിയവന്റെ വീട്ടിൽ അവനെ വളർത്താൻ കഴിവുള്ള ദൈവം മോശെ അവിടെ വളർത്തിയെങ്കിൽ ഇന്ന് രാത്രി നീ ആരാകുമെന്ന് അറിഞ്ഞിട്ട് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പൈശാചിക മേഖലകളുടെ മേൽ ജയം തരാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. യേശുക്രിസ്തു ജനിച്ചപ്പോഴും നക്ഷത്രം കണ്ട വിദ്വാൻമാര് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ വന്നൊരു ചോദ്യം ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അല്പം നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണെന്ന് ഞാൻ വിടുകയാണ് ആ ഭാഗം. ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ് വോട്ട് മേടിച്ചോ, ജനം തെരഞ്ഞെടുത്തോ, അപ്പൻ സിംഹാസനം കൈമാറിയോ ഒക്കെ രാജാക്കന്മാരായ ഒത്തിരി രാജാക്കന്മാരുണ്ടെങ്കിലും രാജാവായി ജനിച്ച ഒരാളെ ഉള്ളൂ. ഈ രാത്രി ഞങ്ങൾക്ക് അവനെ കുറിച്ച് പ്രസംഗിക്കാനുള്ളത്. യേശു ജനിച്ചപ്പോൾ സ്വർഗം പറഞ്ഞത് യഹൂദന്മാരുടെ രാജാവായിട്ടൊരുത്തൻ ജനിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ രാജാവായി ജനിച്ച് രാജാവായി ജീവിച്ച് മരിക്കുമ്പോൾ മുകളിൽ എഴുതി ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയെങ്കിൽ രാജാവെന്ന് എഴുതി മരിച്ച ഒരുത്തൻ തീർന്നിട്ടില്ല. ഇനി ഏറെ താമസിയാതെ രാജാവായി വരുവാൻ പോകുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. ഇന്ന് രാത്രി അവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ പന്തലുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കട്ടെ. യേശു രാജാതി രാജാവാ. അപ്പൊ ഈ സ്നാനക്കടവിൽ വെച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി മരുഭൂമിയിലേക്ക് പോയ യേശുവിന്റെ പുറകെ ഈ പിശാച് ചെന്നു. പിശാച് ആവർത്തിച്ച് ചോദിക്കുക. മത്തായി 4:3, 4:6 2 വാക്യം ഒന്ന് വേഗം വായിച്ചു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. കല്ലപ്പമാകുക എന്നുള്ളതല്ല പിശാചിന്റെ വിഷയം. പിശാചിന്റെ വിഷയം നീ തന്നെയാണോ ദൈവത്തിന്റെ പുത്രൻ എന്ന്. എനിക്ക് വേണ്ട കസാര വേണ്ട, ഒരു കസാര തന്നെ അധികമാണ്. വേണ്ട, വെള്ളം വേണ്ട, മാറ്റിക്കും. ശ്രദ്ധിച്ചു, ഒരല്ലേ പറഞ്ഞു. മൊത്തം കസാറയാ പ്രശ്നം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. കല്ലപ്പമാക്കുക എന്നുള്ളതല്ല പിശാചിന്റെ വിഷയം. പിശാചിന്റെ വിഷയം നീ യോർദാനെ വെച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, ഇവൻ എന്റെ, അത് നീ തന്നെയാണെങ്കിൽ എനിക്കതൊന്ന് ബോധ്യപ്പെടാൻ, എന്റെ പ്രതിയോഗി നീ തന്നെയാണെന്ന് എനിക്കൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ
ഈ കല്ലപ്പമാകണം, അല്ലെ കല്ലപ്പമാക്കൊന്നും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? ആ പരീക്ഷയിൽ ജയിച്ചപ്പോൾ അടുത്ത പരീക്ഷ 6-ാമത്തെ വാക്യം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, അല്ലെങ്കിൽ ചാടണ്ട. നിന്റെ ഹൈ ജമ്പോ ലോങ് ജമ്പോ കാണാനല്ല ഞാൻ വന്നേക്കുന്നേ. എനിക്കറിയേണ്ടത് നീയാണോ എന്റെ തല തകർക്കുന്ന ദൈവപുത്രൻ എന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ദൈവപുത്രനാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അവൻ ആ ചോദ്യം 3.5 വർഷവും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പൊ ക്രൂശേ കയറി കഴിഞ്ഞപ്പോ അവൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താരോട്ട് ഇറങ്ങ്, നിന്നെ തന്നെ അങ്ങ് രക്ഷിക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആവർത്തിച്ചുള്ള പിശാചിന്റെ ചോദ്യം. ഇന്ന് രാത്രി നിനക്കെന്നാ കൃപ വന്നപ്പോ ഇത്രയും പ്രശ്നം? മറ്റാർക്കുമില്ലാത്ത പോരാട്ടം നിനക്കെന്തുവാ? നിന്റെ ജീവിതത്തിന്മേൽ മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി വരുന്നെങ്കിൽ ഓർത്തോണം, നീ ദൈവത്തിന്റെ പൈതലായി തീർന്നപ്പോൾ മുതൽ, നീ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നപ്പോൾ മുതൽ നിന്നെ അനുഗമിച്ചു വരുന്നൊരു പൈശാചിക മേഖലയുണ്ട്. ഈ രാത്രി നീ അതിന്മേൽ ആത്മാവിൽ ജയമെടുക്കണം. ഹല്ലേലൂയ. യേശു പറഞ്ഞ, പിശാചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലടാ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഭക്തന് ജീവിക്കാൻ ഉയരത്തിലെ ദൈവത്തിന്റെ വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ രണ്ടാമത്തെ ആവശ്യം, ഒന്നാമത്തെ ആവശ്യം ക്രൂശിക്കുക, രണ്ടാമത്തെ ആവശ്യം ക്രൂശിക്കപ്പെട്ട നീ ക്രൂശിഞ്ഞ് ഇറങ്ങി വാ. മൂന്നാമത്തെ ആവശ്യമാണ് നമ്മൾ വായിച്ചത്. പീലാത്തോസ് മുകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജ. ആ മേലെടുത്ത് മായ്ക്കുവാൻ വളരെ തയ്യാറെടുപ്പോടെ യഹൂദ മത പരീക്ഷകൾ ഒന്നിച്ചുകൂടി എന്ന് പറഞ്ഞ്, പീലാത്തോസെ അങ്ങനല്ല എഴുതണ്ടേ, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഇവൻ അങ്ങനെ സ്വയം പറഞ്ഞു എന്നെഴുതണം. പീലാത്തോസ് മറുപടി പറഞ്ഞു, എഴുതിയത് എഴുതി. 3 ക്രൂശാണ്, 3 ക്രൂശ. 3 ക്രൂശിന്റെ മുകളിൽ റോമൻ ഗവൺമെന്റ് ശിക്ഷാ നിയമം അനുസരിച്ച് എന്തിനാണ് ക്രൂശിച്ചതെന്നുള്ള കുറ്റസംഗതി എഴുതണം. വെറുതെ ക്രൂശിക്കാനൊക്കത്തില്ല. അത് റോമൻ ഗവൺമെന്റ് 4ാമത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ നീക്കമില്ലാത്ത നിയമമാണ്. 2 പേരുടെ മുകളിൽ എഴുതി വെച്ചു, ഇവർ ദുഷ്പ്രവർത്തിക്കാർ. യേശുവിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജ. നമ്മുടെ എല്ലാം മണ്ടയ്ക്ക് ഒരു എഴുത്തുണ്ടേ. നമ്മുടെ തലയ്ക്ക് മേളിൽ കണ്ണില്ലാത്തതുകൊണ്ട് നമുക്കത് വായിക്കാൻ ഒക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്കിവിടെ നിന്നുകൊണ്ട് സാം ജോൺ പാസ്റ്ററുടെ തലയുടെ മണ്ടയ്ക്കത്തെ വായിക്കാനും എൻ്റെ കഴിവ് പോലെ എഴുതാനും പറയാനൊക്കെ എന്നെക്കൊണ്ട് കഴിയും. ഞാൻ പുള്ളിയുടെ മണ്ടയ്ക്ക് നോക്കിയല്ലേ എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ എൻ്റെ മണ്ടയ്ക്ക് എഴുതിയിട്ടുണ്ടെന്നുള്ള ഓർക്കാതാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, നീ മറ്റുള്ളവൻ്റെ മണ്ടയ്ക്ക് നോക്കി അവൻ്റെ മേലെഴുത്ത് വായിച്ച് പലതും തട്ടിവിടുമ്പോൾ ഓർത്തോണം നിന്റെ മണ്ടയ്ക്ക് ഒന്നുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അത് ഇവിടുത്തെ പല ബുദ്ധിമാന്മാർക്കും മനസ്സിലായില്ലേ, ഈ കിടക്കുന്ന അവനും മനസ്സിലായി കേട്ടോ. അവനിങ്ങനെ ആണി അടിച്ച് വെച്ചേക്കുമല്ലയോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ വയ്യ, മേളിലോട്ടും നോക്കാൻ വയ്യെങ്കിലും സൈഡ് തിരിഞ്ഞപ്പോൾ അപ്പുറത്തോൻ്റെ എടുത്ത് വായിച്ചു. ആരുടെ? തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട സഹ തടവുകാരൻ്റെ എടുത്ത് വായിച്ചു. നോക്കിയപ്പോൾ എന്താ? ഇവൻ ദുഷ്പ്രവർത്തിക്കാരൻ. അപ്പം ഇവന് മനസ്സിലായി, ഞങ്ങൾ ഒന്നിച്ചാണ് മോട്ടിക്കാൻ പോയത്, ഒന്നിച്ചാ പിടിച്ചു പറിക്കാൻ പോയത്, ഒന്നിച്ചാ വ്യഭിചരിക്കാൻ പോയത്. കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ട പൈസ എല്ലാം മോട്ടിച്ച് ഒന്നിച്ചാ. 7 വർഷം കഴിയുമ്പോൾ ഇട്ട പൈസ ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞ് ബ്ലേഡിലിട്ട പൈസ മോട്ടിച്ചത് ഞങ്ങൾ ഒന്നിച്ചാ. ഇതെല്ലാം ഞങ്ങൾ ഒന്നിച്ചാ ചെയ്തതെന്ന് ബോധ്യപ്പെട്ട് അവന് മനസ്സിലായി. അവൻ്റെ മണ്ടയ്ക്ക് എടുത്ത് അങ്ങനെയാണ്, എൻ്റെ മണ്ടയ്ക്കും അങ്ങനെ തന്നെ പറ. പ്രൈസ് ദി ലോർഡ്. നീ മിടുക്ക് കളിച്ചൊക്കെ സുന്ദരനായിട്ടൊക്കെ നടന്നാലും
മുട്ടിന് താഴെയുള്ള ഷർട്ടൊക്കെ ഇട്ട് നടന്നാലും നീ ഒരു കാര്യം ഓർത്തോണം, മെറ്റോൻ്റെ മണ്ടയ്ക്കത്തെ എഴുത്ത് തന്നെയാണ് നിന്റെ മണ്ടയ്ക്കെന്നും. അത് ഓർത്തിട്ട് വേണം നീ ഞെളിയാനായിട്ട്. സന്തോഷമുണ്ട് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞത്. അങ്ങനെ അപ്പുറത്തെ വായിച്ച് ഇപ്പുറത്തെ വായിച്ചപ്പോൾ അവിടുത്തെ എഴുത്ത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന, ചാകാൻ തുടങ്ങുക, അടുത്ത ശ്വാസം വലിച്ചു വിട്ടാൽ ഒരു പക്ഷേ പിന്നെ ഇവൻ ചാകുകയാ, അല്ലെങ്കിൽ മരണത്തോട് ഇവൻ അടുത്ത് നിൽക്കുക. പക്ഷെ കയ്യെത്തുന്ന അകലത്തിൽ രക്ഷകൻ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ക്രൂശ് ചുമ്മാ ഒന്ന് ആട്ടിയാൽ മുട്ടാനുള്ള അകലത്തിൽ രക്ഷകൻ കിടപ്പുണ്ട്. ആ രക്ഷകനെ നോക്കി ഒരുത്തൻ പറഞ്ഞിട്ട് ശാപവാക്കും പറഞ്ഞ് ദൂഷിച്ച് അവൻ നേരെ അങ്ങ് നരകത്തിലോട്ട് പോയപ്പോൾ ഇപ്പുറത്തെ അവൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞ്, കർത്താവേ നീ രാജാവാകുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ തയ്യാറുണ്ട്? സ്നേഹിത, ശ്വാസം പോകുന്നതിന് മുമ്പേ അംഗീകരിച്ച് ഏറ്റു പറയാൻ കൊള്ളാവുന്ന ഒരുത്തനുണ്ട്. അവനാ ക്രൂശിൽ കിടക്കുന്നത്. നിന്റെ പാപം വഹിച്ചവൻ, നിന്റെ ശാപം വഹിച്ചവൻ, നിന്റെ രോഗം വഹിച്ചവൻ, നഷ്ടപ്പെട്ട പറുദീസ മടക്കി തരുവാൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളമായി തീർന്ന യേശുവിനെ ഇന്ന് രാത്രി മരിക്കും മുമ്പേ ഒരു വാക്കിൽ അംഗീകരിക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ. യേശു ഒട്ടും സമയമെടുത്തില്ല. ആ സെക്കൻഡിൽ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസിലിരിക്കും. ഒരല്ലുലി പറഞ്ഞേ. നോക്കിയേ, രണ്ടും തുല്യ കുറ്റക്കാര, അപ്പുറത്തും ഇപ്പുറത്തും. പക്ഷെ ഒരുത്തൻ യേശുവിനെ ദൂഷിച്ചു. സ്നേഹിത, നീ രക്ഷിക്കപ്പെട്ട് കൃപ വന്നില്ലെങ്കിലും എവിടെങ്കിലും ഇരുട്ടത്ത് മറഞ്ഞു നിന്ന് ദൂഷിക്കല്ല. ദൂഷിച്ചാൽ നിനക്ക് നരകം നിശ്ചയമാണ്. എന്നാൽ നീ മറഞ്ഞു നിന്നുകൊണ്ടാണെങ്കിലും സമൂഹത്തെയോ സമുദായത്തെയോ ജാതിയെയോ പേടിച്ച് നീ മറഞ്ഞു നിന്നാണെങ്കിലും ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ രാജത്വം ഒന്ന് അംഗീകരിച്ചാൽ നിനക്ക് ആ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് ദൂഷിക്കാനുള്ള മാർഗമല്ല, ഇത് പഴിക്കാനുള്ള മാർഗമല്ല. ഇത് അംഗീകരിച്ച് ഏറ്റുപറയാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസ അടച്ചിട്ട് ആദമിനെ അവ്വയും പുറത്താക്കിക്കൊണ്ട് നീതി വെളിപ്പെടുത്തിയ ദൈവം ക്രൂശിൽ കിടന്ന് പുത്രനെ അംഗീകരിക്കാൻ തയ്യാറായവന് വേണ്ടി കഴിഞ്ഞ 4000 വർഷങ്ങൾക്ക് പുറകിൽ കൊട്ടിയടച്ച പറുദീസ പുത്രനിലൂടെ, ആ പുത്രൻ എന്ന സാക്ഷാൽ വഴിയിലൂടെ, ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ യേശുവിലൂടെ ആ വഴി അവന് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത, മറ്റൊരു വഴിയില്ല. ലോകത്തിൽ ഒരു വഴിയേ ഉള്ളൂ, അത് യേശുവെന്ന തുറക്കപ്പെട്ട വഴിയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ പറഞ്ഞു, മേലെടുത്ത് വായിക്കാം. ഒന്നാമത്തെ ആവശ്യം ക്രൂശിക്കണം. രണ്ടാമത്തെ ആവശ്യം ദൈവപുത്രനാണെങ്കിൽ ക്രൂശെന്ന് ഇറങ്ങി വരണം. മൂന്നാമത്തെ ആവശ്യം മേലെടുത്ത് മായ്ക്കണം. മായ്ക്കത്തില്ലെന്ന് കണ്ടു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആകെ വെപ്രാളമായി. 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേക്കുമെന്ന് അറിഞ്ഞ് ഇവൻ അടുത്ത പ്രോഗ്രാം കൊണ്ട് ചെല്ലുകയാണ്. 27-ാം അധ്യായത്തിന്റെ 63 മുതൽ മത്തായി സുവിശേഷം. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതവ് മുൻപിലത്തേലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. മരിച്ച യേശുവിനെ ജീവിച്ചിരുന്ന യേശുവിനെ കാട്ടിൽ
പിശാചും ലോകവും പേടിച്ചു. ഒരല്ലേ പറയാം. സ്തോത്രം. ഇപ്പോൾ ഇതുവരെ അവനെ ക്രൂശിക്കണമെന്നായിരുന്നു, ഇതുവരെ മേലെഴുത്ത് വായിക്കണം. പക്ഷെ ഇപ്പോഴത്തെ വിഷയം, മരിച്ച അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കിയ യേശു 3 നാൾ കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റു വരും എന്ന് അറിഞ്ഞ പിശാച് ഇവരുടെ അകത്ത് കയറിയിട്ട് പറഞ്ഞു, വേഗം പീലാത്തോസിനെ കാണണം. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ പറയുമായിരുന്നു, നിങ്ങൾ എന്നെ കൊന്ന് ക്രൂശിച്ച് മരിച്ചടക്കിയാൽ 3 നാൾ കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. അവൻ ഈ പരീക്ഷയെ നോക്കി വെല്ലുവിളിച്ചു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഈ മന്ദിരം പൊളിപ്പീൻ, പൊളിച്ചാൽ 3 നാൾ കൊണ്ട് ഞാൻ പണിയും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ ഇവർ ഓർത്തിട്ട്, പീലാത്തോസേ, ശിഷ്യന്മാരവന്റെ ശവം എടുത്തോണ്ട് പോയി എവിടെങ്കിലും വെച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചാൽ അത് പണ്ടത്തേനെക്കാട്ടി വലിയ ചതിവാകുമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളാൽ ഉറപ്പാക്കുന്നതിന് മാക്സിമം ഉറപ്പാക്കിക്കോ, ഞാൻ പട്ടാളത്തെ വിട്ടുതരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എനിക്ക് പറയാനുണ്ട്, ഉറപ്പാക്കുന്നവനോട് നാളെ നിനക്ക് ഉറപ്പാക്കി ഒത്തില്ല എന്നൊരു പ്രയാസം വരാതിരിക്കാൻ നീ ഉറപ്പാക്കുവാണെ മാക്സിമം ഉറപ്പാക്കിക്കോണം. നിനക്ക് ഏതെല്ലാം നിലകളിൽ ഉറപ്പാക്കാമോ അതെല്ലാം ചെയ്തോണം. പക്ഷെ നീ എങ്ങനെല്ലാം ഉറപ്പാക്കിയാലും സ്വർഗത്തിന്റെ പദ്ധതിയുള്ളവനെ ഒരിടത്തും തളച്ചിടാൻ കഴിയത്തില്ല. അവൻ കല്ലറകളെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് ഈ രാത്രി ദൂതായിട്ട് ഏറ്റെടുക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ പരമാർത്ഥത്തോടെ സ്തുതിക്കണമേ. യേശുവിനെ അങ്ങനെ അടച്ചു വെക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പത്രോസും പൗലോസും പ്രസംഗിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒരു സ്വത്രം പറയണം. ഒന്നുകൂടെ ആ വാക്യം ഞാൻ പറയുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇത്രയേറെ യുദ്ധങ്ങൾ നടന്ന ഒരു ഭൂപ്രദേശം ഈ ഭൂമിയിൽ യഹൂദന്മാരുടെ നാട് പോലെ വേറെയില്ല. യെരുശലേമിൽ ഉണ്ടായതുപോലെ ഇത്രയേറെ യുദ്ധങ്ങൾ, ഇത്രയേറെ പ്രകൃതിക്ഷോഭങ്ങൾ, മാരകമായ ബോംബ് വർഷങ്ങളുടെ കൂറ്റൻ ബോംബുകൾ വീണ് ആനകളെ കലപ്പ കൊണ്ട് കെട്ടി ഉഴുതുമറിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഭൂപ്രകൃതിയെ മുഴുവൻ ഉഴുതുമറിച്ചിട്ടും ഇന്ന് വരെ കഴിഞ്ഞ 2024 വർഷമായിട്ട് അടയ്ക്കാൻ കഴിയാതെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോകരക്ഷകനായ യേശുവിന്റെ കല്ലറയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഗസായിൽ നിന്ന് ഒറ്റ രാത്രിയിൽ വെളുപ്പിനെ 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള 2 മണിക്കൂറിനകത്ത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള 5000 റോക്കറ്റുകളാ ഒന്നിച്ചു വിട്ട് ഇസ്രായേൽ പോലും ഞെട്ടിപ്പോകുന്ന സംഭവം ഗസയിൽ നിന്ന് ഹമാസ് നടത്തി. 5000 റോക്കറ്റുകൾ ഒന്നിച്ചു പോയി പൊട്ടി. പക്ഷെ ഈ കല്ലറ ഇന്ന് രാത്രി തുറന്നു കിടക്കുക. ഉലകത്തിൽ ഒരുത്തനും അടയ്ക്കാൻ കഴിയാതെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അത് നസറേയനായ യേശുവിന്റെയാ. വിശ്വസിക്കുന്നവരെ മാത്രം ഈ രാത്രിയെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഈ കല്ലറയടയ്ക്കാൻ ലോകത്തിന്റെ ഇരുമ്പ് ഭരണമെന്നറിയപ്പെട്ട കൈസറുടെ നേതൃത്വമുള്ള റോമൻ ഗവൺമെന്റിന്റെ മൊത്തം പട്ടാളം ഒന്നിച്ച് ടൺ കണക്കിന് ഭാരമുള്ള വലിയ കല്ല് ഉരുട്ടി വാതുക്ക വെച്ചു. ആ കല്ലും കല്ലറയും കൂട്ടി ചങ്ങലയിട്ട് ബന്ധിച്ചു. ആ ചങ്ങലകളുടെ അറ്റം കോർത്തുകൊണ്ടുവന്ന് ഈ കല്ലിന്റെ ഫ്രണ്ടിൽ വെച്ച്
അത് മുദ്രയിട്ടു. റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര. ശക്തന്മാരായ പട്ടാളത്തെ കാവൽ നിർത്തി. പിശാചിന്റെ ആവശ്യം ക്രൂശിക്കണമെന്നായിരുന്നെങ്കിൽ, അല്പം കഴിഞ്ഞപ്പോ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരണമെന്നാണെങ്കിൽ, അല്പം കഴിഞ്ഞപ്പോ മേലെടുത്ത് മാറ്റണമെന്നാണെങ്കിൽ, ഇപ്പോൾ ആവശ്യം കല്ലറ ഉറപ്പിക്കണം. ഇന്ന് രാത്രി ഒരു ദൂതനിക്ക് പറയാനുണ്ട്. നിന്റെ ഭാവി നന്മയും ഉയർച്ചയും കണ്ടിട്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തുറക്കുന്ന വഴി കണ്ടിട്ട്, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന അനുഗ്രഹം കണ്ടിട്ട്, വാശിയോടെ ഒരു നിലയിലും ഉയരലെന്ന് പറഞ്ഞ് അതിനെ കല്ലറയ്ക്ക് കല്ലുവെച്ചതുപോലെ കല്ലുവെച്ച് ചില നിയമങ്ങളുടെ മുദ്രയിട്ട് അതിനെ പട്ടാളം കൊണ്ട് കാവൽ ചെയ്താലും ഉയർപ്പിന്റെ ശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിച്ചാൽ തുറന്നു വരാത്ത ഒരു വാതിലില്ലെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ അട്ടച്ചാക്കൽ കഴിവുള്ളവരുണ്ടെങ്കിൽ നീ മൗനമായിരിക്കരുത്. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ദൈവകൃപയ്ക്കെതിരെ സ്വർഗം ഒരുക്കുന്ന നന്മകൾ പ്രാപിക്കാതിരിക്കുവാൻ ദൂതൻ അടച്ചു കെട്ടിയ സകല വഴികളെ ഈ രാത്രി തുറക്കാൻ കരുത്തുള്ള ഒരു യേശു ഇവിടെയുണ്ട്. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പൊ ഇവന്റെ നാലാമത്തെ ആവശ്യം, ഈ കല്ലറ എന്ത് ചെയ്യരുത്, തുറക്കരുത്. മറ്റൊരാവശ്യം ഇതിനിടയ്ക്ക് ഉണ്ടായി, അത് പറയാൻ വിട്ടുപോയി. യോഹന്നാന്റെ സുവിശേഷത്തിന് 19:31 വായിക്കണം. നാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോട് ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണിയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. ഒന്ന് ശ്രദ്ധിക്കണേ, പ്രവചനവാക്യം അവന്റെ അസ്ഥികളൊന്നും ഒടിയത്തില്ല. അത് പ്രവചനമാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എൻ്റെ ഒരു ബന്ധു കോട്ടയം 4 മണിക്കാരനപ്പുറത്ത് ഒരു സ്കൂട്ടറിൽ ഓടിച്ചു വരുമ്പോൾ പുറകെ വന്ന ഒരു സ്ത്രീ ഓടിച്ച കാറ് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ മിററിലിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ ആ മാന്യനായ ദൈവദാസൻ തെറിച്ച് റോട്ടിൽ വീണു. ആ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ 6 വാരിയെല്ലുകൾ കൊടിവുണ്ടായി. അദ്ദേഹം മരിച്ചു. ഈ ശനിയാഴ്ച അടക്കമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു വീഴ്ചയിൽ 6 അസ്ഥികൾ ഒടിഞ്ഞു. സ്തോത്രം. എൻ്റെ യേശു ഇവിടെ വന്നപ്പോൾ എടുത്ത ശരീരം നമ്മുടെ കൂട്ടുള്ള മണ്ണ് കൊണ്ടുള്ള ശരീരമായിരുന്നു. നാം മാംസരക്തങ്ങളോട് കൂടിയവരായത് കൊണ്ട് നമ്മെ രക്ഷിക്കാൻ ഉലകത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന യേശു ധരിച്ച ശരീരത്ത് എൻ്റെ ദേഹത്തെ അസ്ഥി പോലുള്ള അസ്ഥിയായിരുന്നു. വീണാൽ ഉടനെ ഒടിയുന്ന അസ്ഥി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ചാട്ടവാറുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് 13 അടി ഇങ്ങോട്ട്, ഇവിടെ നിന്ന് 13 അടി ഇങ്ങോട്ട്, അങ്ങനെ 2 സൈഡിൽ നിന്ന് 26 അടി, മുൻപിൽ നിന്ന് 13 അടി, അങ്ങനെ 39 അടി ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പോൾ യേശുവിൻ്റെ വചനം പറയുന്നു, അവൻ എൻ്റെ ദേഹം ഉഴുവുചാല് പോലെ കയറി എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം. ആ പരുവത്തിൽ അസ്ഥി കണ്ടു. ആ അസ്ഥികളും വെച്ചുകൊണ്ടാണ് ക്രൂശും എടുത്തുകൊണ്ട് ഗാഗുൽത്ത വരെ വീണും എഴുന്നേറ്റും പോയപ്പോഴും ഈ ചാട്ടവാറിൻ്റെ അടി കൊണ്ടപ്പോഴും ഈ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത പച്ച പൈൻമര കുരിശുകൊണ്ട് പോയപ്പോഴും ഒരസ്ഥിക്ക് ഒടിവ് പറ്റിയില്ല. ഒരു സ്തോത്രം പറയണം. എന്നെ കാര്യമെന്നറിയാമോ, യേശു ജനിക്കുന്നതിന് 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ സെക്കരിയാവെന്ന പ്രവാചകൻ പ്രവചിച്ചു, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിയത്തില്ല. ഒരു സ്തോത്രം പറയണം. അപ്പൊ പിശാച് നോക്കിയിട്ട് ക്രൂശെ കിടത്തിയിട്ടും എന്ത് ഒടിഞ്ഞിട്ടില്ല.
അസ്ഥി ഒടിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ യഹൂദന്റെ ശബത്ത് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച, പെസഹായുടെ രാത്രി കഴിയുന്ന വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് കൃത്യമായിട്ട് അവരുടെ ശബത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ശബത്ത് ആരംഭിക്കും. അതുകൊണ്ട് ശബത്ത് ആരംഭിക്കുന്നതിന് മുമ്പേ ഈ ശരീരം മരിച്ചിരിക്കണം, മരിച്ച ശരീരം അടക്കിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ശബത്ത് ആരംഭിച്ചാൽ പിന്നെ ഞായറാഴ്ച വരെ ക്രൂശിൽ തന്നെ ഈ ശവം കിടക്കണം. സ്തോത്രം. അതുകൊണ്ട് ശബത്തിൽ ആർക്കും ഈ ശരീരം തൊടാൻ അനുവാദമില്ല. അതിനുകൊണ്ട് ഓടിച്ചെന്നും വെച്ച് അങ്ങനെ മരിക്കാതെ കിടക്കുകയാണെങ്കിൽ കാലൊടിച്ച് കൊല്ലുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുകൊണ്ട് പിശാചെന്ന് മറക്കാതെ പറഞ്ഞു, എന്തു ചെയ്യണം? അവൻ്റെ കാല് ഒടിക്കണം. 1 ഒരു കള്ളൻ, 2 യേശു, 3 ഒരു കള്ളൻ. ഒടിക്കുന്നവനാണെങ്കിൽ ന്യായമായിട്ട് എൻ്റെ 1ാമത്തെ കള്ളൻ്റെ ഒടിച്ചിട്ട്, 2ാമത് യേശുവിൻ്റെ ഒടിച്ചിട്ട്, 3ാമത് അടുത്ത കള്ളൻ്റെ ഒടിക്കണ്ടേ. പക്ഷെ ഇവിടെ നിങ്ങളെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ആ മോള് വായിക്കും. പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട ഒടുക്കത്തവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് 2 പേരെ ഒടിച്ചേച്ച് നടുക്ക് വന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. ന്യായമായിട്ട് ഒടിക്കേണ്ടത് ക്രൂശേ കിടക്കുന്നവന് ആർക്കും പരിഗണനയില്ലല്ലോ. ഒടിക്കുവാണെ 1ാമത്തവന്റെ ഒടിച്ചു, 2ാമത്തവന്റെ ഒടിച്ചു, 3ാമത്തെ ഒടിക്കണ്ടേ. പക്ഷെ ഇവർ ഒടിച്ചു നോക്കിയേ. 1ാമത്തവന്റെ ഒടിച്ചു, ഒടുക്കത്തവന്റെ ഒടിച്ചു. 2 പേരെ ഒടിച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് യേശു മരിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം. പിശാചിന്റെ 5 ആപ്ലിക്കേഷനും എന്റെ ദൈവം തകർത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, എനിക്കും നിനക്കും വിരോധമായി അവൻ ഒരുക്കുന്ന എല്ലാ രേഖകളെ പൊളിച്ചുകൊണ്ട് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു വലിയ ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. 35ഉം 37 ഒന്ന് വായിച്ചേര് മക്കളെ. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്നവൻ അറിയുന്നു. അവന്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അടുത്ത വാക്യം. യഹൂദൻ താമസിയാതെ ഇപ്പം നടക്കുന്ന യുദ്ധത്തിന്റെ അടുത്ത സംഭവങ്ങൾ നടക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇതുപോലൊരു ചൂട് കാലഘട്ടത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന ദുബൈയിലോ മസ്കറ്റിലോ ബഹ്റൈനിലോ ദോഹയിലോ ഒന്നുമില്ലാത്ത ചൂടാ ഇവിടെ. ഇത്രയും വനമുള്ള, 44 നദിയുള്ള, 200-ലധികം തോടുകളും പുഴകളുമുള്ള, 3 വലിയ തടാകങ്ങളുള്ള, ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിരകളുള്ള, പ്രൈസ് ദി ലോർഡ്, ഇവിടെ മഴ ചാറാതെ 37 മുതൽ 42 ഡിഗ്രി വരെ ചൂട് കൂടുമ്പോൾ നമുക്ക് പകൽ AC ഇട്ട് വീട്ടിയിരിക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ ഇതെല്ലാം ചൂള പോലെ കത്താൻ പോകുകയാ. നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും ഒരു കാര്യം ഓർത്തോണം, ഇതെല്ലാം തീക്കായി സൂക്ഷിക്കുകയാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർ കുത്തിയമംഗലേക്ക് നോക്കുന്നൊരു ദിവസം അടുത്തു വരികയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രിയരേ? അല്ലെ, പിശാചിന്റെ എല്ലാ ആപ്ലിക്കേഷനുകളും എന്റെ ദൈവം കാറ്റി പറത്തിയെങ്കിൽ അട്ടച്ചാക്കൽ 20ാമത്തെ വാർഷിക ആത്മീക സംഗമത്തിൽ നിന്റെ കുടുംബത്തിനെതിരെ ദൂതൻ എഴുതി വെച്ചിരിക്കുന്ന സകല രേഖകളെയും മാറ്റിമറിച്ചു നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. അല്ലെ, ചരിത്രപരമായ വചനങ്ങളുടെ നിവർത്തികൾ ഇന്നലകളിൽ സംഭവിച്ചെങ്കിൽ ഹല്ലേലൂയ. ഇവിടെ എഴുതപ്പെട്ട മുഴുവൻ തിരുവെഴുത്തിനും അങ്ങനെ നിവർത്തി വന്നെങ്കിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ.
ആ എഴുത്തിനിടയിൽ നിനക്ക് അല്പസമയത്തേക്ക് കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നിന്ദകളോ ഭാരങ്ങളോ വന്നാലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, അതിൻ്റെ ഒടുവിൽ ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. കാനാവിൽ അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ ദൈവത്തിന്റെ കരുതലേറിയ കരത്തിന്റെ ശക്തി ഇറങ്ങി വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്നവർ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, എത്ര ഭാരമേറിയ വിഷയമായാലും എഴുതിയതേ നടക്കത്തുള്ളൂ, പ്രവചിച്ചതേ സംഭവിക്കത്തുള്ളൂ. അവന്റെ കല്ലറയെ അടയ്ക്കാൻ അവരുടെ മുഴുവൻ കഴിവുകൾ നോക്കി പട്ടാളം കാവൽ നിന്നു, ഗവൺമെന്റ് മുദ്രയൊട്ടിച്ചു. പക്ഷെ ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റി. ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടിയും ദൂതൻ ഇറങ്ങുന്ന രാത്രിയാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിച്ചുണ്ട്? ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആശീർവാദം പറയും മുമ്പേ എനിക്ക് വേണ്ടി അടയപ്പെട്ട ചില മേഖലകളിൽ ദൂതൻ ഇറങ്ങുമെന്ന് അല്ലെ ഉരുട്ടി വെച്ച ചിലതിനെ തിരിച്ചൊരിക്കലും ഉരുളാതെ വണ്ണം മാറ്റിയിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചേർന്ന കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. Hallelujah. Praise the Lord. Praise the Lord. നഷ്ടപ്പെട്ടതിനെയെല്ലാം ഉണ്ടാക്കി യോബിന് കൊടുത്ത പോലെ ഇന്ന് രാത്രി ചില കൂടാരങ്ങളിൽ സൃഷ്ടികൾ നടക്കാൻ പോകുകയാണ്. നിന്റെ കണ്ണിന് അതിശയം തോന്നുന്നത് പോലെ, നിനക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ചില ദൈവപ്രവർത്തികൾ അതിൽ തുറക്കപ്പെട്ട കല്ലറയിൽ നിന്നും നമുക്ക് വേണ്ടി മരണത്തെ ജയിച്ചു കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലഭാഗത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുവെന്ന രക്ഷകൻ നിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോ. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ചില പരാജയങ്ങൾ ഈ രാത്രി അവൻ ജയമാക്കാൻ പോകുകയാണ്. ചില അടയപ്പെട്ട മേഖലകളെ അവൻ തുറക്കാൻ പോകുകയാണ്. ചില പുരാതന ശൂന്യതകളെ അവൻ പണിയാൻ പോകുകയാണ്. നിന്റെ തലമുറയുടെ മേൽ ഈ രാത്രി വിടുതല് അവൻ പകരുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഈ പ്രഥമ രാത്രിയിൽ ദൈവത്തിന്റെ കരം നിന്റെ കൂടാരത്തിന് അനുകൂലമായി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. അവന്റെ തലയെ കാൽവറി തകർത്ത് ജയോത്സവം കൊണ്ടാടിയ ഇന്നും ജീവിക്കുന്ന യേശു നിന്റെ വിടുതലിനായിട്ടിവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഞാൻ ഒട്ടും സമയം അധികം എടുക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി നാട്ടിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക ജ്ഞാനം ദൈവം കൊടുക്കാൻ പോകുകയാണ്. ഈ ശബ്ദ പരിധിയിലുള്ള ഒറ്റ കുഞ്ഞുങ്ങൾക്ക് പോലും മാർക്ക് കുറയത്തില്ല. അവരെല്ലാം ദൈവം ഒരു വിശേഷ ബുദ്ധി നൽകി, വിശേഷ ജ്ഞാനം നൽകി, വിശേഷ ഓർമ്മ നൽകി ദൈവം ആദരിക്കാൻ പോകുകയാ. എല്ലാവരും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. അസാധാരണമായ ഒരു വലിയ വീര്യപ്രവൃത്തി ഇന്ന് രാത്രി യേശു നിങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ തലമുറകളിൽ ഈ ദേശത്തിന്മേൽ ദൈവം ചെയ്യുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ഒന്നെഴുന്നേറ്റ് നിൽക്കുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.